സ്വയമായി ജയിക്കാൻ കഴിയാത്ത പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുൻപോട്ട് പോകാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ ദൈവത്തിൻ്റെ മക്കളുടെ മേൽ ദൈവം നൽകിയത്. ഈ ലോകത്തോട് അനുരൂപപ്പെട്ട് സഞ്ചരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായം വേണ്ട. പക്ഷെ അതിന് എതിരായി നിന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം കൂടിയേ പറ്റൂ. ഇന്ന് ശാലോം സന്ദേശത്തിൽ കർത്താവ് തരുന്ന സന്ദേശം അതാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ കാര്യങ്ങളെ എളുപ്പമാക്കി തരും. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കും. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തി 1-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ യേശു തന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, സ്വർഗാരോഹണം ചെയ്യുന്നതിന് പറയാണ്, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളുടെ മേൽ വരും. നിങ്ങൾ ശക്തി ലഭിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരും, ശക്തി ലഭിക്കും. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ശക്തി നിങ്ങളുടെ മേൽ കടന്നു വരുമ്പോൾ നിങ്ങൾ സാക്ഷ്യം പറയുവാൻ തുടങ്ങും. നിങ്ങൾ സാക്ഷികളാകും. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നൽകുന്ന ആലോചന അതാണ്. നമുക്ക് സ്വന്തമായി ദൈവികമായ ഒരു കാര്യം ചെയ്യാൻ പറ്റുകയില്ല, ആത്മീയ ജീവിതം നയിക്കാൻ പറ്റുകയില്ല പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ. ദൈവത്തിന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ മേൽ നൽകിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാൽ ഈ ലോകത്തിലെ സകല പ്രതിസന്ധികളെയും ജയിച്ചു പോകാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ആമേൻ. നമ്മുടെ അകത്ത് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകുന്നത് നമുക്ക് വിവേകം തരാനും ആലോചന തരാനുമാണ്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്യം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല. 2-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. എന്നാൽ അടുത്ത വചനത്തിൽ എഴുതിയിരിക്കുന്നത്, നമുക്കോ ദൈവത്തിന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി നൽകിയിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിനെ നമുക്ക് നൽകി തരുന്നത് വെളിപ്പാടുകൾ തരാൻ വേണ്ടിയാ. തൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം കരുതിയ നന്മകളെ കാണിച്ചു തരും പരിശുദ്ധാത്മാവ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ വെളിപ്പെടുത്തി സഹായിക്കും. ഹല്ലേലൂയ. ഇനി ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കുന്ന അടുത്തൊരു മേഖല എന്ന് പറഞ്ഞാൽ നാം എല്ലാവരും കടന്നു പോകുന്ന കഷ്ടതകളും ശോധനകളും എല്ലാ വേദനകളും ഇതിനെയൊക്കെ അതിജീവിക്കുവാനുള്ള ഒരു കരുത്ത് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് നൽകിക്കൊണ്ടേയിരിക്കും. അത് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിലെ 2 വാക്യം ഞാൻ ഇന്ന് വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. നിങ്ങൾ കടന്നു പോകുന്ന ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വാക്യമാണ്. അത് 2 കൊരിന്ത്യർ 4-ാമത്തെ അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യമാണ്. ഈ അത്യന്ത ശക്തി, പരിശുദ്ധാത്മാവിന്റെ ശക്തി, ദൈവത്തിന്റെ ദാനം അത്ര എന്ന് പറയേണ്ടതിന് ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാണ് ഈ നിക്ഷേപം നൽകിയിട്ടുള്ളത്. 8-ാമത്തെ വാക്യം തൊട്ട് ശ്രദ്ധിച്ച്, പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മൺപാത്രങ്ങളിൽ ദൈവം നൽകിയതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല. അപ്പൊ കഷ്ടതയ്ക്ക് അകത്തൂടെ പോകുന്നവനെ അവൻ ആ കഷ്ടതയ്ക്ക് അകത്തൂടെ നശിച്ചു പോകാൻ വേണ്ടിയോ തകർന്നു പോകാനല്ല, അവന് ഇടുങ്ങിയിരിക്കുന്നില്ല. കഷ്ടതയ്ക്കകത്തൂടെയാ പോകുന്നത്, പക്ഷെ അവൻ ഇടുങ്ങിയിരിക്കത്തില്ല. ദൈവം വിശാലതകൾ നൽകിക്കൊണ്ടിരിക്കുക കഷ്ടതയ്ക്കകത്തും. അടുത്തത്, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. ഒരുപാട് പ്രയാസങ്ങളുണ്ട്, പക്ഷെ അവര് പ്രത്യാശയുള്ളവരാ, സന്തോഷമുള്ളവരാ. എന്ത് കഷ്ടത വന്നാലും ദൈവത്തിൽ സന്തോഷിക്കുന്നവരും ദൈവത്തെ സ്തുതിക്കുന്നവരും ആരാധിക്കുന്നവരൊക്കെയാ. ബുദ്ധിമുട്ടുന്നുണ്ട്, പക്ഷെ നിരാശയില്ല. അടുത്ത കാര്യം, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല. എല്ലായിടത്തും നിന്നയും പരിഹാസവും ഉപദ്രവങ്ങളൊക്കെ അല്ലേ ഇന്ന് നമ്മൾ കാണുന്നത്. ഈ നമ്മുടെ ഭാരതത്തിൽ തന്നെ എത്രയോ പേര്, കേരളത്തിന് പുറത്തുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ എത്രയോ ദിവസങ്ങളായി ദൈവത്തിന്റെ ജനത്തെ പീഡിപ്പിക്കുക. പക്ഷേ ഉപദ്രവം അനുഭവിക്കുന്നവരാണെങ്കിലും കർത്താവരെ ഉപേക്ഷിക്കുന്നില്ല, അവർ വിശ്വാസവും ഉപേക്ഷിക്കുന്നില്ല. അതൊരു ദൈവാത്മാവിന്റെ സഹായം അകത്തുള്ളത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് അവർക്ക് സന്തോഷം കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ഉപദ്രവം അനുഭവിച്ചിട്ടും അവർ മാറിപ്പോകാതെ നിൽക്കുന്നത്. അടുത്തത്, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. ഹല്ലേലൂയ. നശിക്കാൻ ദൈവം സമ്മതിക്കുകയില്ല. ജീവൻ തരാനും നിത്യജീവൻ തരാൻ വേണ്ടിയാണ് ദൈവം നമ്മുടെ മേൽ തൻ്റെ പുത്രനെ നൽകിയതും പരിശുദ്ധാത്മാവ് നൽകിയതും. അപ്പോൾ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകി തരുന്നത് നമ്മൾക്ക് ശ്രമം നടത്തിയിട്ട് നമ്മുടെ കഴിവുകൊണ്ടും നേടാൻ പറ്റാത്ത, ജയിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ നമ്മളെ സഹായിക്കാൻ വേണ്ടിയാണ്.
ചില കാര്യങ്ങളൊക്കെ നമ്മളെ വിട്ട് മാറാതെ ഇരിക്കുന്ന അഡിക്ഷൻ പോലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അത് മനസ്സിനകത്ത് നിൽക്കുന്നതാകാം, അത് ശരീരത്തെ സ്വാധീനിക്കുന്നതാകാം, ബാഹ്യമായ ശക്തികളാകാം. ഇതിനെല്ലാം ജയിക്കാനുള്ള കരുത്ത് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ ദൈവം നമുക്ക് നൽകിത്തരും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമുക്ക് നൽകിത്തരും. ദൈവത്തിന്റെ ആത്മാവിൽ മാത്രമേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ആത്മാവാണ് തൻ്റെ ദാസന്മാരെ ശക്തിയായി ആലോചന നൽകി മുൻപോട്ട് കൊണ്ടുപോകുന്നത്. ഈ പഴയ നിയമത്തിലെ ഭക്തന്മാരെ ഓരോരുത്തരും നോക്കിയോ, ദൈവത്തിന്റെ ആത്മാവ് അവരുടെ മേൽ വന്നു. ദൈവം അവർക്ക് ദർശനങ്ങൾ കൊടുക്കുന്നു, ദൈവം അവർക്ക് പ്രവചനം കൊടുക്കുന്നു, ദൈവം അവരെ ഉപയോഗിക്കും, ദൈവം അവർക്കും അമാനുഷികമായ ശക്തി കൊടുക്കും. ദൈവത്തിന്റെ ആത്മാവ് ദാവീദിന്റെ മേൽ വന്നു. ദാവീദിന്റെ ഓരോ ഉപകരണങ്ങളുടെ മേൽ, അവനെ ഉപയോഗിച്ച കവണയിൽ ഉപയോഗിച്ച കല്ലിന്റെ മേലും ദൈവശക്തി വ്യാപരിച്ചിട്ടുണ്ടായിരുന്നു. അവന്റെ മേൽ ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചു. അവൻ കിന്നര ഉപയോഗിച്ചപ്പോൾ അതിൽ ദൈവശക്തി വ്യാപരിച്ചു, ആത്മാവിന്റെ ശക്തി. ഓരോ മേഖലകളും ജയിക്കാൻ ദൈവത്തിന്റെ ആത്മാവാണ് സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. ശിംശോന്റെ കൈകളിൽ ദൈവത്തിന്റെ ബലം വ്യാപരിച്ചു. ശത്രുവിന്റെ സകല തടസ്സങ്ങളെയും തകർത്ത് കളയുവാൻ അവന്റെ കരങ്ങളിൽ ദൈവശക്തി വ്യാപരിച്ചു. ഏലിയാവിന്റെ മേൽ ദൈവശക്തി വ്യാപരിച്ചു. ആഹാബിന്റെ രഥത്തിന് മുമ്പിൽ അവൻ ഓടുവാൻ പുതിയ കരുത്ത് ദൈവം അവന് നൽകിക്കൊടുത്തു. അപ്പോസ്തലന്മാരുടെ മേലൊക്കെ ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചപ്പോൾ അവരെ തകർത്ത് കളയുവാനും ഇല്ലായ്മയാക്കാനും മുടിച്ചു കളയാനും വന്ന ശക്തികളെയൊക്കെ അവർ കീഴടക്കി ജയിച്ചു മുൻപോട്ട് പോകുവാൻ അവരെ സഹായിച്ചു. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇന്ന് നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിന്റെ മേലും ദൈവം നൽകി തരട്ടെ. പരിശുദ്ധാത്മാവിന്റെ ശക്തിക്കായി പ്രാർത്ഥിക്കണം, അതിനായി കാത്തിരിക്കണം. ദൈവം നൽകിത്തരും, ഉറപ്പാണ്. കർത്താവിന്റെ ആത്മാവിന്റെ സാന്നിധ്യവും ശക്തിയും നിങ്ങൾക്ക് ജയം തരുന്നതാണ്. നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രതിസന്ധി വരുമ്പോൾ എങ്ങനെ എന്തു പറയേണ്ടു എന്ന് നിങ്ങൾ ആകുലപ്പെടണമെന്ന യേശു പറഞ്ഞത്. പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ നിങ്ങളുടെ നാവിൽ നൽകിത്തരും. ഹല്ലേലൂയ. ജ്ഞാനം കുറവാണോ, വിവേകം കുറവാണോ, കഴിവും പ്രാപ്തിയൊന്നും ഇല്ലയോ? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ദൈവം അതൊക്കെ നൽകിത്തരും. ദൈവം ഒന്ന് ശക്തമായി ഉപയോഗിക്കുന്ന തന്റെ ദാസന്മാരെ നോക്കിക്കോ, അഭിഷിക്തന്മാരെ നോക്കിക്കോ. ആ പേര് തന്നെ കേൾക്കുമ്പോഴേ അവരുടെ മേൽ അഭിഷേകം വന്നതുകൊണ്ടാണ്, പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ടാണ് അവർ വ്യത്യസ്തരായി മാറിയത്, ആൾ മാറിയവരായി മാറും. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ ഒന്നാമത്തെ രാജാവായ ശൗൽ, ആത്മാവ് അവന്റെ മേൽ വന്നു. ദൈവത്തിന്റെ ആത്മാവിന്റെ മേൽ വന്നപ്പോൾ അവൻ ആൾ മാറിയവനായി മാറി. ഹല്ലേലൂയ. അതെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്ത മേഖലയിൽ നിങ്ങളെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവ് കൂടെയുണ്ട്. നിങ്ങളെ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കൂടെ പറഞ്ഞു, ഇന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നിങ്ങളെ നയിക്കേണ്ടതിനായി, ജയിക്കേണ്ടതിനായി ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ അങ്ങ് ദാനമായി നൽകുന്ന ആത്മശക്തി ഇന്നവരുടെ മേൽ പകരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മറ്റാരോടും പറയാൻ കഴിയാത്ത വിഷമങ്ങളും മറ്റാർക്കും പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളും അത് പരിഹരിക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ മക്കളുടെ മേൽ വ്യാപരിക്കണം. അവരുടെ വിഷയങ്ങളുടെ മേൽ ഇറങ്ങി വരണം. പരിശുദ്ധാത്മാവിനെ ധൈര്യപ്പെടുത്തണം. അവരുടെ മനസ്സിന്റെ മേൽ അധികാരം ഏറ്റെടുത്തുകൊണ്ട് കർത്താവെ, വലിയൊരു ജയത്തിന്റെ വഴി ഇവർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വഴിയിൽ പതിയിരിക്കുന്ന ശത്രുവിനെ ജയിക്കുവാനുള്ള ദൈവശക്തി വ്യാപരിക്കണം. സകല പ്രതികൂലങ്ങളെ ജയിക്കുവാനുള്ള ദൈവത്തിന്റെ കരുത്തുകളുടെ മേൽ പകരണം. വലിയ ധൈര്യമുള്ളവരായി ഇവർ മാറട്ടെ. ആമേൻ. കർത്താവിന്റെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ള നിറയ്ക്കണം. സകല സത്യത്തിലും വഴി നടത്തണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിങ്ങൾ മുൻപോട്ട് പോവുക. ദൈവം നിങ്ങൾക്ക് സകല കാര്യങ്ങളെയും ജയിക്കാനുള്ള കൃപ തരും. സന്ദേശം കുറെ പേർക്ക് ഷെയർ ചെയ്യുമല്ലോ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ പവർഫുൾ ഡേ.